റൈഫിൾ ക്ലബ് കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിലെല്ലാം കറങ്ങി നടക്കുന്നൊരു പേര്. സിനിമാ പ്രേമികളെല്ലാം ഒന്നടങ്കം കാത്തിരിക്കുന്നൊരു സിനിമ, വലിയ വലിയ കാസ്റ്റിങ്ങുകൾ വന്നൊരു സിനിമ. അപ്പം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള, അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എപ്പോഴാണ് ഒരു ടീസർ വരിക, എപ്പോഴാണ് ഒരു ട്രെയിലർ വരിക എന്നെല്ലാം കാത്തിരുന്നൊരു സമയത്താണ് ടീം ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നത്. ആഷിഖ് കപൂറിൻ്റെ സംവിധാനത്തിൽ, ആഷിഖ് കപൂർ നിർമ്മിച്ച്, ആഷിഖ് കപൂർ ക്യാമറയും കൈകാര്യം ചെയ്ത്, ശ്യാം പുഷ്കറിൻ്റെ രചനയിൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് റൈഫിൾ ക്ലബ്ബ്. ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും പേരെടുത്ത് പറയാൻ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ പറ്റാതെ വരും. ദിലീഷ് പോത്തന്, വിജയരാഘവന്, അനുരാഗ് കശ്യപ്, ഹനുമാൻ കൈൻഡ്, അതുപോലെ തന്നെ നമ്മുടെ വാണി വിശ്വനാഥ്, അങ്ങനെ തുടങ്ങി ഒരുപാട് താരങ്ങൾ ഈ സിനിമയിലുണ്ട്. വളരെയധികം പ്രോമിസിങ് ആയിട്ടുള്ളൊരു ട്രെയിലർ തന്നെയാണ് ഇറക്കിയിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. കാരണം വളരെ മികവോടുകൂടിയ, വളരെ മികച്ച വിഷ്വൽസോട് കൂടിയ, മികച്ച സൗണ്ട് ക്വാളിറ്റിയോട് കൂടിയ, മ്യൂസിക് കൈകാര്യം ചെയ്യുന്ന റെക്സ് വിജയ്. ഒരുപാട് നാളുകൾക്ക് ശേഷം റെക്സ് വിജയുടെ ഒരു പണ്ണൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഒരുപാട് നല്ല ടെക്നീഷ്യൻസ് ഒന്നിച്ച ഒരു സിനിമയാണിത്. ശരിക്കും പറഞ്ഞാൽ ശ്യാം പുഷ്കറിൻ്റെ രചനയെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. അത്രയും മികച്ച രീതിയിലായിരിക്കും അവിടെ സ്ക്രിപ്റ്റ് വരിക. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു കഥയ്ക്കൊരു ഊഹാപോഹം കിട്ടി. ഗംഭീരമായിട്ട് വർക്കൗട്ട് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒരു വല്ലാത്തൊരു ട്രീറ്റ് തന്നെയായിരിക്കും. ഫസ്റ്റ് ഫ്രെയിം തന്നെ ഇതിൻ്റെ അകത്ത് പഴയ നമ്മുടെ മരിച്ചുപോയ ലെജൻസിനെ രണ്ടുപേരെ കാണിച്ചുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്ത് വിജയരാഘവൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് കാണിച്ചപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീല് നൽകി. തുടർന്ന് ബാക്കി വിഷ്വൽസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ആഷിഖ് കപൂറാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയത്. സൂപ്പർ വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഗംഭീര വിഷ്വൽസ്, ഒന്നും പറയാനില്ല. വാണി വിശ്വനാഥിൻ്റെ ഒരു എൻട്രി, അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ്റെ ഒരു ഡയലോഗ് ഡെലിവറി, വിനീതിനെ ഒരു വല്ലാത്തൊരു വേറൊരു വെറൈറ്റി ഫേസിൽ കാണാൻ സാധിക്കുന്നു. എന്തോ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലുള്ളൊരു മാജിക്ക്, വിഷ്വൽസിലുള്ളൊരു മാജിക്ക്, ടെക്നിക്കലി ഉള്ള ഒരു മാജിക്ക്, എല്ലാം കൊണ്ടും പടം ഒരു ഗംഭീര ട്രീറ്റ് ആയിരിക്കും. ക്രിസ്മസിനൊരു ഗംഭീര ട്രീറ്റ് തന്നെയായിരിക്കും വരുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. വളരെയധികം പ്രതീക്ഷ നൽകിയെന്ന് തന്നെ പറയാം. പ്രതീക്ഷ താഴോട്ട് പോകാതെ തന്നെ ഇത് സ്ക്രീനിൽ കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്യാം പുഷ്കർ മാത്രമല്ല, രണ്ടുപേര് എക്സ്ട്രായും കൂടി ഈ റൈറ്റിങ്ങിൽ ചേർന്നിട്ടുണ്ട്. അവരുടെ പേര് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്ന ബി സാജനാണ്. കട്ട്സ് എല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പടത്തിൻ്റെ ഔട്ട് നമുക്ക് കാണുമ്പോൾ അതിനെപ്പറ്റി അഭിപ്രായം നമ്മൾ പറയാം. എന്തായാലും ഡിസംബർ 19 20 ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ റൂമർ നിൽക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ട്രെയിലറിൽ തന്നെ ക്രിസ്മസ് എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മേ ബി ഇനി 25-ാം തീയതി തന്നെ ബറോസിൻ്റെ കൂടെ തന്നെയാണ് ഇറങ്ങാൻ പോകുന്നതെന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും തിയേറ്ററിൽ വരുമ്പോൾ എന്തായാലും കാണാതെ ഒരിക്കലും ഞാനിത് വിടില്ല. അത് കണ്ടതിന് ശേഷം എൻ്റെ ഒരു അഭിപ്രായം വരുന്നതായിരിക്കും. എന്തായാലും എനിക്ക് ട്രെയിലർ എന്നെ വല്ലാണ്ട് ഇമ്പ്രസ് ചെയ്തു. ഫസ്റ്റ് ഇംപ്രഷൻ ഗംഭീരം തന്നെയായിരുന്നു. എക്സ്പെക്റ്റേഷനും നല്ല രീതിയിൽ ഹൈ ആയിട്ടുണ്ട്. എന്തായാലും നമുക്കിത് തിയേറ്ററിൽ വന്നതിന് ശേഷം നമുക്ക് എൻജോയ് ചെയ്യാം. ട്രെയിലറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. സൂപ്പറാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിലർ കട്ട്സ് എന്നൊക്കെ തന്നെ പറയാം. അല്ലെങ്കിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി തന്ന ട്രെയിലർ കട്ട്സ് എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താല്പര്യമുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.